തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ തേർഡ് മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. തേർഡ് മൊഡ്യൂളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഒരു ബീം എന്നുള്ള കേസാണ്. ഈ ബീം വരുന്ന സമയത്ത് ഇതിൽ വരുന്ന ലോഡ് വരുന്ന പല കേസുകളുണ്ട്. UDL വരും, പോയിന്റ് ലോഡ്, അങ്ങനെ പല ടൈപ്പ് ലോഡുകൾ വരും. ഈ ലോഡ് കാരണം ഇതിൽ വരുന്ന ടോട്ടൽ ഷിയർ ഫോഴ്സ് എത്രയാ, അതുപോലെ തന്നെ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ്, ബെൻഡിങ് വരുന്ന രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, മൊഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മൊഡ്യൂൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് എന്താ നോക്കാം. The shear force at any section of a beam is the algebraic sum of all the forces either to the right or left of that section. Okay. എന്ന് പറഞ്ഞാൽ ഒരു ബീം, ആ ബീമിൽ ഒരുപാട് ലോഡ് വരുന്നുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിൽ ലോഡ് വരുന്നുണ്ട് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ലോഡ് വരുന്നുണ്ട്. ഇതിന് പുറമെ UDL വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്തു. ഇതാണ് പറയുന്ന കാര്യം. ഇങ്ങനെ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ algebraic sum of shear force acting either right or left of that section. ആ സെക്ഷന്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ വരുന്ന ടോട്ടൽ ഷിയർ ഫോഴ്സിന്റെ സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെക്ഷന്റെ റൈറ്റോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള ടോട്ടൽ ഫോഴ്സിന്റെ algebraic സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സെക്ഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ SFD എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇങ്ങനെ വരുന്ന കേസിൽ ഓരോ സെക്ഷനിലും വരുന്ന ഷിയർ ഫോഴ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നതിനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയാം. അത് എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുക? അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. കാരണം ടോപ്പിലോട്ട് ഒരു ഫോഴ്സ് പോകുന്നുണ്ട്, ഡൗൺവേർഡ് ഫോഴ്സ് വരുന്നുണ്ട്, UDL വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഫോഴ്സും പല ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അതിൽ നമുക്ക് എങ്ങനെ സൈൻ എടുക്കാം എന്നുള്ളത്, സൈൻ എടുത്തിട്ട് വേണം നമുക്ക് സൈൻ റൂൾ പഠിക്കാനുണ്ട്. സൈൻ പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലോട്ട് കിടക്കാൻ. അത് ഞാൻ അടുത്ത ഭാഗത്ത് പറയാം. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ is the algebraic sum of all the forces either right to the left of that section. ഈ സെക്ഷന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ വരുന്ന സെക്ഷന്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ വരുന്ന ടോട്ടൽ ഫോഴ്സിന്റെ സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ സെക്ഷൻ, ഞങ്ങൾക്ക് സെക്ഷൻ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, പല ഭാഗത്തും കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഓരോ കേസിലും വരുന്ന വേരിയസ് സെക്ഷനിൽ ഓരോ ഷിയർ ഫോഴ്സ് നമുക്ക് ഓരോ വാല്യൂസ് ലഭിക്കും. ആ വാല്യൂ വെച്ചിട്ട് ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കേസിന് അതിനെയാണ്, അങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രത്തെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താ നോക്കാം. അപ്പൊ ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താ നോക്കാം. ബെൻഡിങ് മൊമെന്റ് നോക്കാം. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ദി ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം ഈസ് ദി algebraic sum of moments of all the forces acting to the right or left of the section. അതായത് ബീം വരച്ചു, ബീമിൽ ഓരോ ലോഡിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഈ ലോഡിന് ഓരോ മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എനി പോയിന്റ്. നമുക്ക് ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാൽ മൊമെന്റ് ആയി. അപ്പോൾ ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്തു. ഈ സെക്ഷന്റെ റൈറ്റോ ലെഫ്റ്റോ വരുന്ന ഓരോ ഫോഴ്സും ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ്. ഈ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ഈ ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ടോട്ടൽ ഫോഴ്സിന്റെ മൊമെന്റിന്റെ സമ്മ്, അതായത് ഓരോ ഫോഴ്സും ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ സമ്മിനെയാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് മൊമെന്റ്സിന്റെ ആൾജിബ്രിക് സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ് സെക്ഷൻ. ഓരോ ഫോഴ്സും ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ സമ്മനെ, അത് ഇടത് ഭാഗത്തോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ വരുന്ന അതിനെയാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിയർ ഫോഴ്സ് SFD പറഞ്ഞ പോലെ തന്നെ ഈ ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഓരോ സെക്ഷനിൽ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇറ്റ് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ബെൻഡിങ് മൊമെന്റ് അറ്റ് വേരിയസ് സെക്ഷൻ ഓഫ് ദി ബീം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റൂൾസ് ആണ്. സൈൻ കൺവെൻഷൻ എന്ന് പറയാം. സൈൻ കൺവെൻഷൻ അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് അറിയണം. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തണം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നെക്സ്റ്റ് ടോപ്പിക് സൈൻ കൺവെൻഷൻ. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ബീമാണ്,
ആ ബീമിനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, സെക്ഷൻ കട്ട് ചെയ്തു, അങ്ങനെ 2 സെക്ഷനായി മാറി. ഓക്കെ, അപ്പൊ നമ്മള് algebraic sum of shear force acting in the right or left section അല്ലേ. അപ്പൊ റൈറ്റ് ഓർ ലെഫ്റ്റ്, ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളതിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് റൈറ്റും ലെഫ്റ്റും ഇങ്ങനെയുള്ളതാണ്. ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇതിലൊരു മൊമെന്റ് ഇങ്ങനെ അപ്വേർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡൗൺവേർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ അപ്വേർഡ് പോകുന്നുണ്ട്, ഡൗൺവേർഡ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സൈഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സൈഡ് എടുക്കാറുണ്ട് സമ്മയാണല്ലോ, ആൾജിബ്രിക് സം ഓഫ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സം ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂട്ടണം. ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നോക്കൂ, ഒന്ന് അപ്വേർഡ് ഒന്ന് ഡൗൺവേർഡ് ആണ്. അപ്പൊ അതില് രണ്ടും ഡയറക്ഷൻ ആണ്. അപ്പൊ സൈഡ് ശ്രദ്ധിക്കണം. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ അപ്പൊ ഈ സമയത്ത് ഇതിന്റെ വാല്യൂ 10 ആണ്, ഇതിന്റെ 20 ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയണം, 10 ആണ് 20 ആണ്, ഇവിടെ കൂട്ടി വരുന്ന സമയത്ത് 10 മൈനസ് 20 ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ -10 വാല്യൂ ആൻസർ ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഈ സൈഡ് നോക്കുക. അപ്പൊ അപ്വേർഡ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. റൈറ്റ് സൈഡ്, ഇതിനേക്കാൾ നല്ലത് ഫിഗർ നോക്കി പഠിക്കുന്നതാണ്. റൈറ്റ് സൈഡ് അപ്വേർഡ് പോസിറ്റീവ്. ഇത് ഷിയർ ഫോഴ്സിന്റെ കേസാണ്. ഷിയർ ഫോഴ്സിന്റെ കേസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിയർ ഫോഴ്സ് അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് നോക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ആണ് പറയുന്നത്. ഈ സൈഡ് ചെയ്യുന്നില്ല, ഈ സൈഡ് ചെയ്യാൻ പോകണം. അപ്പൊ ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് നെഗറ്റീവ് വരിക. ഇവിടെ എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്വേർഡ് നെഗറ്റീവ്, ഡൗൺവേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് പോസിറ്റീവ്. അപ്പൊ ഡൗൺവേർഡ് പോസിറ്റീവ്, അപ്വേർഡ് നെഗറ്റീവ്. ഓക്കെ, അപ്വേർഡ് നെഗറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, അതാണ് ഇതിന്റെ റൂള്. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പൊ 10 വന്നു, ഇവിടെ 20 വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വാല്യൂ എന്നുള്ളത് അപ്വേർഡ് നെഗറ്റീവ് ആണ്, അപ്പോൾ ഡൗൺവേർഡ് പോസിറ്റീവ് ആണ്. -10 പ്ലസ് 20, ആൻസർ +10 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ റൂള്. ഷിയർ ഫോഴ്സിന്റെ കേസിലുള്ള സൈൻ കൺവെൻഷൻ. ഷിയർ ഫോഴ്സിന്റെ കേസാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സൈൻ കൺവെൻഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള കേസിലാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന കേസിൽ ഇതിന്റെ സൈനാണ്. ഇപ്പൊ ഒരു ബീം വന്നു, ബെൻഡിങ് സൈൻ കൺവെൻഷൻ, ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഈ ഒരു കേസിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കാം. ഒരു ബീം വന്നു, ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്, ഇവിടെ ഇതുപോലെ ഫോഴ്സ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ കട്ട് ചെയ്തു. രണ്ട് രീതിയിൽ പറയാം. ഈ ഒരു ഫോഴ്സ് ബെൻഡിങ് മൂവ്മെന്റ്. ഓക്കെ, ആദ്യം റൈറ്റ് സൈഡ്, ഇതിന്റെ സൈഡ് തീരുമാന സമയത്ത് രണ്ട് റൂൾ വരുന്നുണ്ട്. ഫസ്റ്റ് റൂൾ ഞാൻ പറയാം, പക്ഷെ ഏറ്റവും ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ നല്ലതെന്നുള്ളത് സെക്കൻഡ് റൂളാണ്. ഒന്നുകൂടി ഈസി ആയിരിക്കും. രണ്ട് റൂൾ ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് റൂൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രീതിയിലാണ് ചൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് കേസ് ബെൻഡിങ് മൊമെന്റ് റൈറ്റ് സൈഡ് ഒരു സമയത്ത് ഇപ്പൊ ഉണ്ടാക്കുന്ന ക്ലോക്ക് വൈസ്, ഇപ്പൊ ഈ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും, ഈ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇത് ഇവിടെ വരുന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസ്, ഇതല്ല ആന്റി ക്ലോക്ക് വൈസ്, പോസിറ്റീവ്, ക്ലോക്ക് വൈസ് നെഗറ്റീവ്.
പോസിറ്റീവായിട്ട് എടുത്തു. ഇതിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത് തെറ്റി ഇങ്ങനെയാണ് മൊമെന്റ് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ മൊമെന്റ് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൈന് നെഗറ്റീവ്. ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. അതെങ്ങനെ നോക്കാം? ഈ ഒരു മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും. അത് ക്ലോക്ക് വൈസ് എടുക്കും. അത് ക്ലോക്ക് വൈസ് ആണ്, അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ്. ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ സൈഡ് നെഗറ്റീവ് വരും. ഓപ്പോസിറ്റ് സൈഡാണ്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് അവിടെയും എന്താണ് സൈഡും ഇപ്പത്തെ സൈഡും തമ്മിൽ കുറച്ച് ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഈസി ആയിട്ടുള്ള അടുത്തൊരു മെത്തേഡ് ഉണ്ട്, അത് ഒന്നുകൂടെ ചൂസ് ചെയ്യുന്നത് നല്ലത്. അതെങ്ങനെ നോക്കാം? രണ്ട് എഫക്റ്റ് ആണുള്ളത്. ഞാൻ ബീം വരച്ചു. ഈ ബീം എങ്ങനെ ബെൻഡ് ആവുകയാണ് വിചാരിക്കുക. അതിനെ നമ്മൾ സാഗിങ് എന്ന് പറയും. സാഗിങ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ വരുന്ന അടുത്തൊരു കേസാണ് ഹോഗിങ്. ഇതെങ്ങനെ ഹോഗിങ് എന്നുള്ളതൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ആദ്യം സാഗിങ് പോസിറ്റീവ് ആണ്, ഹോഗിങ് നെഗറ്റീവ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഹോഗിങ് നെഗറ്റീവ്, ഇത്രയും മനസ്സിലാക്കി വെക്കുക. സാഗിങ് ഉള്ള മൊമെന്റ് ആണെങ്കിൽ പോസിറ്റീവ്, ബെൻഡ് മൊമെന്റിന്റെ കേസിൽ സാഗിങ് പോസിറ്റീവ്, ഹോഗിങ് നെഗറ്റീവ്. ഓക്കെ, ഇനി എങ്ങനെ സാഗിങ് ഹോഗിങ് ഉണ്ടാവും നോക്കാം. ഇവിടെ ലോഡ് വന്നു. ഓക്കെ, ഇവിടെ ഒരു ലോഡ് വന്നു. ഓക്കെ, ഈ ലോഡിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരാന്നുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ബെൻഡ് ചെയ്ത മൊമെന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബെൻഡിങ്, ഇതിന്റെ ഹോഗിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ബൾജ് ചെയ്യുക. ഓക്കെ, അതേസമയം ഈ ലോഡിന്റെ എഫക്ട് പറഞ്ഞാൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഈ ഡയറക്ഷനിൽ. ഈ ഒരു എഫക്ട് കൊണ്ട് തന്നെ ഇതിലൊന്ന് മീറ്റ് ചെയ്യുന്ന സമയത്തിന് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഗിങ് ഡയറക്ഷനിലായിരിക്കും ബെൻഡിങ്. അതാണ് സാഗിങ് പോസിറ്റീവും ഹോഗിങ് നെഗറ്റീവും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ഇനിയിപ്പോ ഈ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഞാൻ സെക്ഷൻ കണ്ടതിന് ശേഷം മറ്റൊരു സൈഡോടെ നോക്കുക. ഇതിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊമെന്റ് ഇങ്ങനെ വന്ന് ബെൻഡ് ആകുമ്പോൾ സാഗിങ് ഇങ്ങനെ ബെൻഡ് ആവും. ഓക്കെ, ദെൻ ഒരു ഫോഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് തിരിച്ച് ഇതിൽ വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഹോഗിയും അതിന്റെ സൈഡ് നെഗറ്റീവ് ആണ്. ഇനി അടുത്തൊരു കേസ് എന്നുള്ളത് ഇവിടെ വന്നാൽ എന്ത് എഫക്ട് എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കേണ്ടതിന് ആവശ്യം വരുന്നില്ല, ടോട്ടൽ ഒറ്റ എഫക്റ്റ് ഉള്ളൂ. സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ്, ഹോഗിങ് ആണ് നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അത് ഇതിൽ ഉണ്ടാകുന്ന എഫക്ട് പറഞ്ഞാൽ സാഗിങ് ആണ്. ഓക്കെ, അപ്പൊ സാഗിങ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൊമെന്റ് ഇങ്ങനെ വരിക. ഓക്കെ, അതിന്റെ എഫക്ട് എന്നുള്ളത് ഉണ്ടാക്കുക ഹോഗിങ് ആണ്. ഓക്കെ, ഈ ഹോഗിങ് ആണ്, ഇത് മുകളിലോട്ടാണ് ബെൻഡിങ്ങിനുള്ള ഡയറക്ഷൻ കാണിക്കുന്നത്. ഇതിന്റെ എഫക്ട് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇങ്ങനെ നോക്കൂ, ഇതിന്റെ താഴോട്ടാണ് ബെൻഡിങ് വരാനുള്ള ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ്, ഹോഗിങ് നെഗറ്റീവ്. എങ്ങനെയാണ് സാഗിങ് ഫോം ചെയ്യുക, എങ്ങനെയാണ് ഹോഗിങ് ഫോം ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മൊമെന്റ് കാണുന്ന സമയത്ത് ഒരു മൊമെന്റിന്റെ എഫക്ട് ഇങ്ങനെ വരുന്നത് സാഗിങ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം, എഫക്ട് ഹോഗിങ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് പറഞ്ഞു, ഷിയർ ഫോഴ്സ് ഡയഗ്രം പറഞ്ഞു, സൈൻ കൺവെൻഷൻ പറഞ്ഞു. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ algebraic sum of shear force acting either right or left of section. Shear force diagram എന്ന് പറഞ്ഞാൽ is the graphical representation of shear force acting either right of that section. Bending moment എന്ന് പറഞ്ഞാൽ algebraic sum of bending moment due to all forces. Bending moment of all forces acting either right or left of that section. Then bending moment diagram എന്ന് പറഞ്ഞാൽ it is a graphical representation of total bending moment acting on that particular section. Okay. Then next is sign convention പറഞ്ഞു. റൈറ്റ് സൈഡ് ആണെങ്കിൽ അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ കേസിൽ അപ്വേർഡ് നെഗറ്റീവ്, ഡൗൺവേർഡ് പോസിറ്റീവ്. ഓക്കെ, രണ്ടും സൈനിൽ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്വേർഡ് ഉള്ളത് റൈറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ്, അപ്വേർഡ് ഉള്ളത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് വരും. നേരെ തിരിച്ചും ഡൗൺവേർഡ് ഉള്ളത് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഉള്ളത് പോസിറ്റീവ് വരും. ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ അങ്ങനെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും റൂളാക്കി എടുക്കുന്നെങ്കിൽ പോലും എന്നൂടെ കംഫർട്ടായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സാഗിങ് ഹോഗിങ് എന്നുള്ള കേസാണ്. എങ്ങനെയാണ് സാഗിങ് ഹോഗിങ് ഫോം ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാഗിങ് വരുന്നത് പോസിറ്റീവും, അത് റൈറ്റ് ആയാലും ലെഫ്റ്റ് ആയാലും സാഗിങ് വരുന്ന കേസിൽ പോസിറ്റീവും, ഹോഗിങ് വരുന്ന കേസിൽ നെഗറ്റീവും.
ആ സാഗിങ് ഹോഗിങ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ തിയറി പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലം അടുത്ത വീഡിയോയിൽ നമുക്ക് സോൾവ് ചെയ്യാം. തിയറി കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് പ്രോബ്ലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.